Hi, hello all, welcome to my YouTube channel. Midsummer Night's Dream by Shakespeare ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Midsummer Night's Dreamന്റെ സമ്മറി നോക്കിക്കോ. So first of all, about the play in general. ഇതൊരു കോമഡി പ്ലേ ആണ്. വില്യം ഷേക്സ്പിയർ എഴുതിയത് 1595 അല്ലെങ്കിൽ 1596 ഏതൻസ് എന്നുള്ള സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സബ് പ്ലോട്ടുകളും പിന്നെ ലവ് ആൻഡ് മാരേജ് തീംസ് ആണ് ഇതിനകത്ത് റിവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെയിൻലി ദ മാരേജ് ഓഫ് തെസ്യൂസ് ആൻഡ് ഹിപ്പോലൈറ്റ, ഇവരുടെ മാരേജ് ആണ് ഈ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. സബ് പ്ലോട്ട്സ് ഒരു സെവറൽ സബ് പ്ലോട്ട്സ് ആണുള്ളത്. അതായത് ലവേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പിന്നെന്താ 6 അമച്വർ ആക്ടേഴ്സിന്റെ ഒരു പ്ലേ റിഹേഴ്സ് ചെയ്യുന്ന പെർഫോമൻസ് ഉണ്ട്. അതായത് വെഡ്ഡിങ്ങിന് ഒരു പ്ലേയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ആ 6 ആക്ടേഴ്സിന്റെ ആ ഒരു പ്ലേയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സപ്ലോട്ടുകളും ഇതിനകത്ത് വരുന്നുണ്ട്. മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി പെർഫോംഡ് പ്ലേസ് ആണ് മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ നോക്കാം. തെസ്യൂസ് എന്ന് പറയുന്നത് ഏതൻസിന്റെ ഡ്യൂക്കാണ്. ഹിപ്പോലിറ്റ എന്ന് പറയുന്നത് ആമസോൺ എന്നുള്ള സ്ഥലത്തിന്റെ ക്യൂനാണ്. ഹെർമിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടിയുണ്ട്. അത് ലൈസാൻഡർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുമായിട്ട് ഷീസ് ഇൻ ലവ്. ഹെലേന എന്ന് പറയുന്നത് ഡിമെട്രിയസ് എന്നുള്ളൊരു ക്യാരക്ടറുമായിട്ട് അഫെയറിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലൈസാൻഡർ, ഡെമെട്രിയസ്, പിന്നെ എഗ്യൂസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടിയുണ്ട്. അത് ഹെർമിയയുടെ അച്ഛനാണ്. പിന്നെ ഫിലോസ്ട്രേറ്റ്, അത് തെസ്യൂസിന്റെ മാസ്റ്ററാണ് കേട്ടോ. പിന്നെ മെക്കാനിക്കൽസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടിയുണ്ട്. മെക്കാനിക്കൽസിനകത്ത് വരുന്നത് പീറ്റർ ക്വിൻസ് ആണ് ഈ പ്ലേക്ക് പ്രൊലോഗ് പറയുന്നത്. അദ്ദേഹം കാർപ്പൻ്റർ ആണ്, പ്ലേയുടെ ഡയറക്ടറും കൂടിയാണ്. നിക്ക് ബോട്ടം എന്ന് പറയുന്നത് വീവറാണ്. അദ്ദേഹം ഈ പ്ലേ, അതായത് ഈ മെക്കാനിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്ലേ അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. വെഡ്ഡിങ്ങിന് ഒരു പ്ലേ റിഹേഴ്സ് ചെയ്യുന്ന 6 അമച്വർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 6 അമച്വർ ആർട്ടിസ്റ്റുകളുടെ പേരാണ് പീറ്റർ ക്വിൻസ്, നിക്ക് ബോട്ടം വീവറാണ്. ഫ്രാൻസിസ് ഫ്ലൂട്ട്, അതെന്ന് പറയുന്നത് ഫ്രാൻസിസ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. സ്നഗ്, പിന്നെ അതുപോലെ തന്നെ ടോം സ്നൗട്ട്, പിന്നെ റോബിൻ സ്റ്റാർവീലിംഗ്, അയാളൊരു ടൈലറാണ്. പിന്നെ ഫെയറീസും ഈ ഒരു പ്ലേക്കകത്ത് വരുന്നുണ്ട്. ഫെയറീസ് എന്ന് പറയുമ്പോൾ ഒബ്രോൺ വരുന്നുണ്ട്. ഒബ്രോൺ ആണ് ഫെയറീസിന്റെ കിങ് എന്ന് പറയുന്നത്. ടൈറ്റാനിയ എന്ന് പറയുന്നത് ഫെയറീസിന്റെ ക്യൂനാണ്. പിന്നെ വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പക്ക് എന്ന് പറയുന്നത് ഒബ്രോണിന്റെ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എയറി സ്പിരിറ്റ് ആണ് പക്ക് എന്ന് പറയുന്നത്. ദെൻ പ്ലോട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 5 ആക്ടുകളാണുള്ളത്, അല്ലെങ്കിൽ 5 ഇന്റർകണക്റ്റിംഗ് പ്ലോട്ട്സ് ഉണ്ട്. ആൻഡ് സെലിബ്രേഷൻ ഓഫ് ദി വെഡ്ഡിങ് ഓഫ് ഡ്യൂക്ക് തെസ്യൂസ് ആൻഡ് ആമസോൺ ക്യൂൻ, അതായത് ഹിപ്പോലിറ്റയും തെസ്യൂസും തമ്മിലുള്ള വെഡ്ഡിംഗ് ആണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേ സമയത്ത് ഒരുപാട് സബ് പ്ലോട്ടുകളും ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വുഡ്ലൻഡ് എന്നുള്ള സ്ഥലത്താണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. അതൊരു ഫെയറി ലാൻഡാണ്. അപ്പോൾ ആക്ട് 1 സീനിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദ പ്ലേ ഓപ്പൺ ചെയ്യുവാണ് തെസ്യൂസും ഹിപ്പോലിറ്റയും കൂടി. അതായത് 4 ദിവസം കൂടെ ഉള്ളൂ അവരുടെ കല്യാണത്തിന്. ആൻഡ് തെസ്യൂസ് എന്ന് പറയുന്ന ഇപ്പം അൺഹാപ്പിയാണ്. അതായത് ഇദ്ദേഹത്തിന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഹൗ ലോങ് ഹി ഹാസ് ടു വെയിറ്റ് എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതായത് ഒരു ഡ്രീം പോലെ പിന്നെന്താണ് ഈ വെഡ്ഡിങ് ഒന്ന് പോയിരുന്നുവെങ്കിലെന്ന് ഹിപ്പോലിറ്റയും പറയുന്നുണ്ട്. അപ്പോൾ തെസ്യൂസിനും ഹിപ്പോലിറ്റയ്ക്കും എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. ആൻഡ് അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യാൻ വയ്യ. തെസ്യൂസിനെ പിന്നീട് എഗ്യൂസ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ ഡോട്ടറായ ഹെർമിയയും കൂടി കൺഫ്രണ്ട് ചെയ്യുകയാണ്. അതായത് തെസ്യൂസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി എഗ്യൂസ് വരികയും, എന്തിനാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്യൂസിനൊരു പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ ഡോട്ടർ ഹെർമിയ ലൈസാൻഡർ എന്ന് പറഞ്ഞൊരാളുമായിട്ട് എന്താണ് ഇഷ്ടത്തിലാണ്. അപ്പോൾ അച്ഛൻ എത്ര എതിർത്താലും മോൾ എന്ത് ചെയ്യത്തോളൂ, ഇയാളെ തന്നെ കല്യാണം കഴിക്കത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിമെട്രിയസിനെ ആര് കല്യാണം കഴിക്കണം, ഹെർമിയ കല്യാണം കഴിക്കണം. ആ ഒരു മാരേജ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആര്, എഗ്യൂസ്. ആൻഡ് ദെൻ എഗ്യൂസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളുടെ ഈ അഫെയർ അറിഞ്ഞതിന് ശേഷം എഗ്യൂസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യന്റ് എഥീനിയൻ ലോ ഇൻവോക്ക് ചെയ്യുകയും, അതുപോലെ തന്നെ എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ എന്താ പറയുക, കണ്ടുപിടിച്ചിരിക്കുന്ന സ്യൂട്ടറിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഡ്യൂക്ക് തെസ്യൂസിന്റെ അടുത്ത് ഇദ്ദേഹം വരുന്നത്. അല്ലെങ്കിൽ മരണമായിരിക്കും ശിക്ഷ. ഓക്കെ, അപ്പോൾ തെസ്യൂസ് എന്ത് ചെയ്തു, അനദർ ചോയ്സ് കൊടുക്കുവാണ് ഈ പെൺകുട്ടിക്ക്. അതായത് ലൈഫ് ലോങ് ചേസ്റ്റിറ്റി, ഒരു നണ്ണായിട്ട് മാറുക, ഡയാന എന്നുള്ള ഗോഡസിനെ വേർഷിപ്പ് ചെയ്ത് ഒരു കന്യാസ്ത്രീയെ മാറുക. അങ്ങനെ ഒരു ചോയ്സ് ആണ് ആര് കൊടുക്കുന്നത്, തെസ്യൂസ് കൊടുക്കുന്നത്. പക്ഷേ 2 ലവേഴ്സും ഈ ഒരു ചോയ്സ് ഡിനൈ ചെയ്യുവാണ്. അവർ രണ്ടുപേരും കൂടി ഒരു സീക്രട്ട് പ്ലാൻ മേക്ക് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്യാൻ പോവാണ് ഫോറസ്റ്റിലോട്ട്.
അതായത് ലൈസാൻഡറിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ, അതായത് ആൺസ് ഹൗസിലോട്ട് റണ്ണവേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഹെർമിയ അവരുടെ പ്ലാൻ എല്ലാം ഹെലനയുടെ അടുത്ത് പറയുവാണ്. ഹെർമിയയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഹെലന. ആൻഡ് ഹെലനയ്ക്കാണെങ്കിൽ ഡെമട്രിയസിനെ ഭയങ്കരധികം ഇഷ്ടവുമാണ്. ഓക്കെ. ആൻഡ് പക്ഷേ ഡിമെട്രിയസ് എന്താണ് ഹെലനയായിട്ട് ബ്രേക്കപ്പ് ആയി. കാരണം എന്താണ്, ഈ പിന്നെ ഹെർമിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും ഡിമെട്രിയസിൻ്റെ ലവ് റീക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞ് ഹെലനയാണ് ഇവരെ രണ്ടുപേരെയും ഒളിച്ചോടാൻ വേണ്ടി സഹായിക്കുന്നത്. ഹെലനെ അങ്ങനെ ഡെമട്രിയസിൻ്റെ അടുത്ത് ഈ പ്ലാൻ പറയുന്നു. ആൻഡ് എന്താണ് പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹെർമിയെയും മറ്റേ നമ്മുടെ ഹെർമിയയുടെ ലവറിനെയും കൂടി എന്താണ് ലൈസാൻഡറിനെയും കൂടി എങ്ങനെയാണെങ്കിലും ഒളിച്ചോടാൻ സഹായിക്കുവാണ് ആര്, നമ്മുടെ ഹെലന, ഡിമെട്രിയസിനെ കിട്ടാൻ വേണ്ടി. ഓക്കെ. ആക്ട് 1 സീൻ 2 വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെക്കാനിക്കൽസ് നമ്മുടെ ഈ ഒരു 6 കലാകാരന്മാരുണ്ടല്ലോ, പീറ്റർ ക്വിൻസ്, പിന്നെ ബാക്കിയുള്ള ഫെല്ലോ ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഈ ഡ്യൂക്കിനും ക്യൂനും മുമ്പിൽ ഒരു പ്ലേ റിഹേഴ്സ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുവാണ്. അത് പറയുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ലെമൻറ്റബിൾ കോമഡി എന്നാണ് പറയുന്നത്. ആരുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്? പൈറമസിൻ്റെയും തിസ്ബയുടെയും സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ്, ആരാണ് പൈറമസ് ആൻഡ് തിസ്ബെ? പൈറമസ് ആൻഡ് തിസ്ബെ എന്ന് പറയുന്നത് ഒരു ലെജൻഡറി ലവേഴ്സാണ്. ബാബിലോൺ എന്നുള്ള സ്ഥലത്തുള്ള ലെജൻഡറി ലവേഴ്സാണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഓവിഡ് എന്നുള്ള പോയറ്റിൻ്റെ മെറ്റമോർഫോസിസ് എന്നുള്ള പോയത്തിൽ നിന്നെടുത്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറിയാണ് ഇവരിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു പ്ലേ ആണ് ആർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്? നമ്മുടെ ഈ പിന്നെന്താ മെക്കാനിക്കൽസ്, പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെയും മറ്റേ ക്യൂൻ ഹിപ്പോലിറ്റയുടെയും കല്യാണത്തിന് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പീറ്റർ ക്വിൻസ് അതിലൊരു കഥാപാത്ര ഡയറക്ടറാണ്. പീറ്റർ ക്വിൻസ് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ നെയിംസ് ഓഫ് ക്യാരക്ടേഴ്സ് എല്ലാം അദ്ദേഹം റീഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഓരോ പ്ലേയേഴ്സിനും ഓരോ ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണ്. നിക് ബോട്ടം അയാളാണ് മെയിൻ റോളായിട്ടുള്ള അതായത് പിറമിസിൻ്റെ റോള് ചെയ്യുന്നത്. വളരെ ഓവർ എന്തൂസിയാസ്റ്റിക് ആണ്. ബാക്കി എല്ലാവരും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഇയാളുടെ നിക് ബോട്ടമിൻ്റേത്. പിന്നെ നിക് ബോട്ടത്തിനാണെന്നുണ്ടെങ്കിൽ തിസ്ബയുടെയും അതുപോലെ തന്നെ തിസ്ബെ ദ ലയണിൻ്റെയും അതുപോലെ തന്നെ പൈറമസിൻ്റെയും റോള് ഒരുപോലെ, അതായത് ഒരേ സമയം ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പീറ്റർ ക്വിൻസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിക് ബോട്ടത്തിന് ഒരേ ഒരു റോളേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് പൈറമസിൻ്റെ ആണെന്ന് പറയുന്നു. ആൻഡ് നിക് ബോട്ടം വുഡ് ഓൾസോ റാദർ ബി എ ടൈറൻറ്റ് ആൻഡ് റിസൈഡ് സം ലൈൻസ് ഓഫ് ഏഴ്സൽസ്. അതായത് ഇയാൾ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിക് ബോട്ടം. എല്ലായിടത്തും ഇങ്ങനെ ഇടിച്ചു കയറി നിന്ന് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് നിക് ബോട്ടം ക്വിൻസ് നിക് ബോട്ടത്തിൻ്റെ അടുത്ത് പറയുവാണ്, ഈ ലയണിനെ നീ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം ക്യൂൻ അല്ലെങ്കിൽ ഡച്ചസ് പേടിച്ചു പോവും, അല്ലെങ്കിൽ ലേഡീസ് എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്, പേടിച്ച് ഓടിക്കളയുമെന്ന് പറഞ്ഞു. അപ്പം ഡ്യൂക്ക് ബാക്കിയുള്ള ലോഡ്സും കൂടെ ഈ പ്ലെയേഴ്സിനെ എല്ലാം, അതായത് ഈ ആക്ട് ചെയ്യാൻ വന്ന ആളുകളെ എല്ലാം കൂടെ അവസാനം ഹാങ് ചെയ്യത്തേ ഉള്ളൂ. വെറുതെ പണിഷ്മെൻറ്റ് പേടിച്ച് വെക്കണ്ട, നീ എന്തായാലും അതൊന്നും ചെയ്യാൻ പോകണ്ട, നീ ഇപ്പോൾ തന്ന റോൾ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നു. പിന്നെ സ്നഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലയണിൻ്റെ പാർട്ട് ചെയ്യണം. ബിക്കോസ് അദ്ദേഹം എന്താണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് അതായത് സ്ലോ ആയിട്ടാണ് പഠിക്കുന്നതെന്ന് ഈ ഒരു വരികളെല്ലാം. ആൻഡ് പീറ്റർ ക്വിൻസ് അഷ്വർ ചെയ്യുകയാണ് സ്നഗിൻ്റെ അടുത്ത്, അതായത് റോൾ ഓഫ് ലയൺ എന്ന് പറയുന്നത് എന്താണ്, ഒന്നുമില്ല, ജസ്റ്റ് റോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഗർജിക്കുന്നത് മാത്രമാണ് ഈ ഒരു ലയണിൻ്റെ റോളെന്ന് പറയുന്നത്. സോ അത് എന്തായാലും സ്നഗ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പീറ്റർ ക്വിൻസ് ദെൻ ഈ ഒരു മീറ്റിംഗ് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്കിൻ്റെ സ്ഥലത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ആക്ട് 2 സീൻ 1 എന്ന് പറയുന്നത് ഒരു പാരലൽ പ്ലോട്ട് ലൈൻ തന്നെയാണ് കാണിക്കുന്നത്. ഒബ്രോൺ, അതായത് ഫാരീസിൻ്റെ കിങ്ങും ടൈറ്റാനിയ അദ്ദേഹത്തിൻ്റെ ക്യൂനും കൂടി ഫോറസ്റ്റിൽ വരുവാണ്. ഏതൻസിൻ്റെ പുറത്തൊരു ഫോറസ്റ്റിലോട്ട് വന്ന് നിൽക്കുകയാണ്. ടൈറ്റാനിയ ഒബ്രോണിൻ്റെ അടുത്ത് പറയുവാണ് ദാറ്റ് ഷീ വോണ്ടഡ് ടു സ്റ്റേ ദെയർ അൺടിൽ ഷീ ഹാസ് അറ്റൻഡഡ് തെസ്യൂസിൻ്റെയും ഹിപ്പോലിറ്റയുടെയും വെഡ്ഡിങ് ഇവർക്ക് അറ്റൻഡ് ചെയ്യണം, സോ ഞാൻ ഇവിടെ നിൽക്കുവാണെന്ന് പറയുവാണ്. അപ്പോൾ ഒബ്രോൺ ആൻഡ് ടൈറ്റേനിയ എന്ന് പറയുന്നത് എസ്ട്രേഞ്ച്ഡ് ആണ്. ബിക്കോസ് ടൈറ്റേനിയ റെഫ്യൂസസ് ടു ഗിവ് ഹർ ഇന്ത്യൻ എന്താ പറയുക ചേഞ്ച് ലിങ്ക് ടു ഒബ്രോൺ. ഈ ടൈറ്റാനിയുടെ കയ്യിൽ ഒരു എൽഫ് ലൈക്ക് ക്രീച്ചർ ഉണ്ട്. എൽഫ് ലൈക്ക് ക്രീച്ചർ എന്ന് പറയുമ്പോൾ അതിനെ ചേഞ്ച് ലിങ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒബ്രോണിന് ഈ ഒരു എൽഫ് ലൈക്ക് ക്രീച്ചറിനെ വേണം, ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറാണത്, അതിനെ വേണം. പക്ഷെ ടൈറ്റേനിയ കൊടുക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിലൊരു ചെറിയൊരു സ്റ്റണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒബ്രോണിന് ഈ ഒരു ചേഞ്ചിലിങ്ങിനെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഹെഞ്ച്മാനായിട്ട്, അതായത് ഒരു കൈൻഡ് ഓഫ് ഗൂണ്ടയായിട്ട് യൂസ് ചെയ്യണം, അതിനു വേണ്ടിയാണ്. പിന്നെ അപ്പോൾ ഒബ്രോൺ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ടൈറ്റാനിയെ പണിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്,
റോബിൻ പക്ക് ഗുഡ്ഫെല്ലോ, അതായത് നമ്മുടെ പക്ക് എന്നുള്ള ക്യാരക്ടറിനെ അദ്ദേഹം വിളിക്കുവാണ്. അയാളുടെ നമ്മുടെ ഒബ്രോണിൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് പക്ക് എന്ന് പറയുന്നത്, വളരെ ഷ്രൂഡാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു മാജിക്കൽ ജ്യൂസ് ഒരു ഫ്ലവറിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്യാണ്, പക്കിനെ വിളിക്കുവാണ്. അപ്പോൾ ആ ഒരു മാജിക്കൽ ഫ്ലവറിനെ വിളിക്കുന്ന പേര് ലവ് ഇൻ ഐഡിൽനെസ് എന്നാണ്. അതായത് ക്യൂപ്പിഡിൻ്റെ ആരോ കൊള്ളുമ്പോൾ, ക്യൂപ്പിഡ് എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് ലവ് ആണ്, ക്യൂപ്പിഡിൻ്റെ ആരോ കൊള്ളുമ്പം ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് വൈറ്റ് ടു പേർപ്പിൾ കളറായിട്ട് മാറും. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് മാജിക്കൽ ജ്യൂസിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫ്ലവറിനെ എന്താ പറയുക, ഫ്ലവറിൽ നിന്നാണ് മാജിക്കൽ ജ്യൂസ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് പക്കിനെ ആര് വിളിച്ച് വരുത്തുന്നത്. ഇവർ തമ്മിൽ വഴക്കാണല്ലോ. അപ്പം ടൈറ്റാനിയ പറയുന്ന കേൾക്കാൻ വേണ്ടി ഒബ്രോൺ ഒരു മാജിക്ക് എന്തോ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇത് എന്താ പറയുക, ഈ ഒരു മാജിക്കൽ ജ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു മാജിക്കൽ പോഷൻ ഒരാളുടെ കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ അതായത് ഒരു സ്ലീപ്പിംഗ് പേഴ്സൻ്റെ കണ്ണിൽ തേക്കുവാണെന്നുണ്ടെങ്കിൽ ആ ആൾ എഴുന്നേറ്റ് നടക്കുകയും ആൻഡ് ആരെയാണോ ആദ്യം കാണുന്നത് അയാളുമായിട്ട് ഇഷ്ടത്തിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മുടെ ഒബ്രോൺ എന്തുവാണ് പക്കിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു ഫ്ലവർ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ടൈറ്റാനിയെ ഒരു ആനിമലുമായിട്ട്, ഫോറസ്റ്റിലെ ഒരു ആനിമലുമായിട്ട് ഫോൾ ഇൻ ലവ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. ആൻഡ് ദെയർ ബൈ എന്ത് ചെയ്യാനാണ്, അവളെ ഇച്ചിരി ഒന്ന് ഷെയിംഫുൾ ആക്കണം. അയ്യോ, ഞാനൊരു ആനിമലിനെയാണല്ലോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് ഷെയിംഫുൾ ആക്കണം. അതുവഴി ആര് കൊടുക്കും, നമ്മുടെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ബീയിങ്ങിനെ, ഈ ഒരു ക്രീച്ചറിനെ പകരമായിട്ട്, നാണക്കേട് മാറ്റാൻ പകരമായിട്ട് ഭർത്താവിന് കൊടുക്കുന്ന കണക്കാണിത് കാണിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ സമയത്ത് ഹെലനയും ഡെമട്രിയസും എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് ഈ ഹെലനയ്ക്ക് ഡെമട്രിയസിനോട് ഭയങ്കര സ്നേഹവും താല്പര്യവുമാണ്. അപ്പോൾ ഹെലന ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡെമട്രിയസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഹെർമിയെക്കാട്ടിലും നിങ്ങളെ ലവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. ഹൗവർ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ ക്രൂവലായിട്ട് ഇവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെമട്രിയസ്. ഒബ്സർവിങ് ദിസ്, ഒബ്രോൺ എന്ത് ചെയ്യാണ്, പക്കിൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ഈ മാജിക്കൽ ജ്യൂസ് ഈ നമ്മുടെ ഡെമട്രിയസിൻ്റെ കണ്ണിലോട്ട് തേക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ട് 2 സീൻ 2. അങ്ങനെ ടൈറ്റാനിയ സ്ലീപ്പിലോട്ട് പോയി. ഒബ്രോൺ എന്ത് ചെയ്യാണ്, ഈ സമയത്ത് ഉറങ്ങുവാണ്. ടൈറ്റാനിയ ഉറങ്ങുകയാണ്. ഒബ്രോൺ ഈ സമയത്ത് ഒളിച്ചു നിന്നിട്ട് ഈ ഫ്ലവർ ജ്യൂസ് അവളുടെ കണ്ണിൽ തേക്കുവാണ്. എന്നിട്ട് സ്റ്റേജിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ലൈസാൻഡറും ഹെർമിയയും കൂടി എൻ്റർ ചെയ്യുകയാണ്. അവർ വളരെ എക്സോസ്റ്റഡ് ആയിട്ടൊരു ജേർണിയിൽ നിന്ന് ഇങ്ങനെ ലോസ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. ഹെർമിയ ലൈസാൻഡറിൻ്റെ, അതായത് ലൈസാൻഡറിന് ഇവരുടെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങണം. സോ ഹെർമിയ ആ ഒരു കാര്യം റിജക്റ്റ് ചെയ്യുവാണ്. ആൻഡ് അവർ രണ്ടുപേരും 2 കോർണേഴ്സിലായിട്ട് കിടക്കുവാണ്. പക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പക്ക് എന്താണ് മിസ്റ്റേക്ക് ചെയ്യുകയാണ്, ലൈസാൻഡറാണ് ഡെമട്രിയസ് എന്നും പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്, ആ ജ്യൂസ് എടുത്ത് ലൈസാൻഡറിൻ്റെ കണ്ണിൽ തേക്കുവാണ്. ഹെലന എന്ത് ചെയ്യുകയാണ്, ഓടി വന്നിട്ട് ഈ സമയത്ത് ആരെ വിളിച്ചുണർത്തുവാണ്, നമ്മുടെ ലൈസാൻഡറിനെ ഉണർത്തുവാണ്. കാരണം ലൈസാൻഡർ ഉറങ്ങുന്ന കാണുമ്പോൾ ഡെഡാണോ എസ്ലീപ്പാണോ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവർ പെട്ടെന്ന് പേടിച്ചിട്ട് ഉണർത്താൻ ശ്രമിച്ചു. ലൈസാൻഡർ എന്ത് ചെയ്തു, കണ്ണ് തുറന്നത് ആരെയാണ് ആദ്യം കാണുന്നത്, ഹെലനയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഹെലന എന്ത് ചെയ്യാണ്, ലൈസാൻഡർ അതായത് പെട്ടെന്ന് തന്നെ ലൈസാൻഡർ ഇവളെ ഹെലനെ ഇഷ്ടപ്പെടുകയും ഹെലന വിചാരിക്കുകയാണ് ലൈസാൻഡറിനെ കളിയാക്കുവാണെന്ന് വിചാരിച്ച് ഓടിക്കളഞ്ഞു. അങ്ങനെ ലൈസാൻഡർ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹെർമിയ വേക്കപ്പ് ചെയ്തപ്പോൾ എന്താണ്, ഒരു സ്നേക്കിനെയാണ് ഹെർമിയ സ്വപ്നം കണ്ടത്. ഒരു സ്നേക്ക് അവളുടെ ഹാർട്ട് തിന്നുന്നതായിട്ടാണ് ഹെർമിയ സ്വപ്നം കാണുന്നത്. ആൻഡ് അവിടെ നോക്കുമ്പോൾ എന്താണ്, ലൈസാൻഡർ കാണുന്നുമില്ല. ആൻഡ് ഹെർമി എന്ത് ചെയ്യാണ്, ഈ വുഡ്സിൽ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും തുടങ്ങി. അപ്പോൾ ഹെലനയുടെ ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ, ഹെലനയുടെ ആഗ്രഹം എന്താ, ഡിമെട്രിയസിനെ കല്യാണം കഴിക്കാനാണ്. പക്ഷേ ഹെലന ആ വഴി വന്ന് അറിയാതെ ലൈസാൻഡറിനെ വിളിച്ച് ഉണർത്തിപ്പോയി. ലൈസാൻഡർ മരിച്ചു വേണോ ഉറങ്ങുവാണോ എന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് കണ്ണ് തുറന്നതുമല്ല, ഹെലനയാണ് ആർക്ക് ഇഷ്ടപ്പെട്ടത്, ലൈസാൻഡറിന് ഇഷ്ടപ്പെട്ടത്, മറ്റേ മാജിക്കൽ പോഷൻ കാരണം. ആ സമയത്ത് ഹെർമിയ എന്താണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെർമിയ ഉണർന്നപ്പോൾ എന്താണ്, ലൈസാൻഡറിനെ കാണുന്നില്ല. ഹെർമിയ ഇതൊന്നും അറിഞ്ഞതുമില്ല. ആക്ട് 3 സീൻ 1 എന്താണ്, പീറ്റർ ക്വിൻസും അയാളുടെ ബാൻഡ് ഓഫ് 5 ലേബറേഴ്സും കൂടി ഒരു പെർഫോമൻസ് അറേഞ്ച് ചെയ്യുകയാണ്. ആ പ്ലേയുടെ പേരെന്താണ്, പൈറമസ് ആൻഡ് ദിസ്പേഡ. അത് തെസ്യൂസിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് അവരെല്ലാവരും കൂടി ആ ഫോറസ്റ്റിലോട്ട് കയറുകയാണ്. ടൈറ്റാനിയയുടെ ആ ഒരു റെസിഡൻസിൻ്റെ അടുത്തോട്ട് ഇവർ നിൽക്കുവാണ്. അവരുടെ റിഹേഴ്സലിന് വേണ്ടി അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ക്യൂൻ ഓഫ് ഫെയറീസ് ഉണ്ടല്ലോ, അവരുടെ ആ ടൈറ്റാനിയ എന്ന് പറയുന്ന ക്യൂനിൻ്റെ റെസിഡൻസിൻ്റെ അടുത്തോട്ട് നിൽക്കുവാണ്. അപ്പോൾ പീറ്റർ ക്വിൻസ് ആക്ടേഴ്സിനെ എല്ലാ റിഹേഴ്സലിന് വേണ്ടി ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെന്താണ്, ആ സമയത്ത് നമ്മുടെ നിക് ബോട്ടത്തിനെ പക്കെന്നുള്ള നമ്മുടെ ഒബ്രോൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു എയറി സ്പിരിറ്റ്, ആ പക്ക് ഇതുപോലെ നിക് ബോട്ടത്തിനെ കണ്ടു. ആൻഡ് ഹൂ ട്രാൻസ്ഫോംസ് ഹിസ് ഹെഡ് ഇൻ ടു ദാറ്റ് ഓഫ് എ ഡോങ്കി. ഈ പക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മാജിക്കൽ ട്രിക്ക് കാണിച്ചു, നിക് ബോട്ടത്തിൻ്റെ തല ഡോങ്കിയാക്കി മാറ്റി.
ഡോങ്കിയുടെ തലയാക്കി മാറ്റി നിക് ബോട്ടത്തിൻ്റെ. അപ്പം നിക് ബോട്ടം എന്താണ് നെക്സ്റ്റ് ലൈനിലോട്ട് പോയപ്പം ബാക്കിയുള്ള ആളുകൾ ഇത് കണ്ട് ഓടിക്കളഞ്ഞു. ആൻഡ് അവർ പറയുവാണ്, നിക് ബോട്ടം വളരെ കൺഫ്യൂസ്ഡായി എന്തിനാ ആളുകൾ ഓടുന്നതെന്ന്. ബാക്കിയുള്ള ആളുകൾ വിചാരിച്ചു എന്തോ ഹോണ്ടഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അതാണ് ഇയാളുടെ തല ഇങ്ങനെ കഴുതയുടെ കണക്കായി പോയെന്ന്. ആൻഡ് ഇയാൾ എന്ത് ചെയ്യാണ്, പാട്ടൊക്കെ പാടി നിക് ബോട്ടം ഇങ്ങനെ ഇരിക്കുവാണ്. അതായത് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് നിക് ബോട്ടം ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ഒരു സ്ഥലത്ത് അങ്ങ് വെയിറ്റ് ചെയ്യുവാണ്. ടൈറ്റാനിയ ഈ ലവ് പോഷൻ റിസീവ് ചെയ്തിട്ട് നിക് ബോട്ടത്തിൻ്റെ പാട്ട് കേട്ടിട്ട് എഴുന്നേറ്റു. അതേ സമയം അപ്പം ടൈറ്റാനിയ ആരെയാണ് ആദ്യം കാണുന്നത്? ഈ ഡോങ്കി, അതായത് ഈ തല ഡോങ്കി ആയിട്ടുള്ള നിക് ബോട്ടത്തിന്. അപ്പോൾ ആദ്യം കണ്ടതും, അതായത് ടൈറ്റാനിയുടെ കണ്ണിൽ അയാൾ ഒബ്രോൺ എന്ത് ചെയ്യുകയാണ്, ഒരു മാജിക്കൽ പോഷൻ അടിച്ചു കൊടുത്തല്ലോ. ടൈറ്റാനിയ കണ്ണ് തുറന്നതുമല്ല, ഈ നിക് ബോട്ടം ഡോങ്കി ഹെഡായിട്ട് നിൽക്കുന്നത് കണ്ടു. അയാളുമായിട്ടങ്ങ് പ്രണയത്തിലായി. ആൻഡ് എന്നിട്ട് അവരെന്ത് ചെയ്യാണ് ചെയ്തത്, ബാക്കി എല്ലാ ഫെയറീസുമായിട്ട് വന്നിട്ട് ഇയാൾക്ക് കുറേ ഫുഡും കാര്യങ്ങളും അറ്റൻഡൊക്കെ ചെയ്തു ഇയാളുടെ അടുത്ത്. ആൻഡ് വളരെ ഡിവോട്ടഡ് ആയിട്ടൊക്കെ നിന്നു. ആൻഡ് ഒബ്രോൺ ആ സമയത്ത് ഈ സമയത്ത് നമ്മുടെ ടൈറ്റാനിയയുടെ കൂടെ ഉണ്ടായിരുന്ന ആ സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ അടിച്ചുകൊണ്ടങ്ങ് പോയി. ആക്ട് 3 സീൻ 2-നകത്ത് ഒബ്രോൺ നോക്കിയപ്പോൾ ഡെമെട്രിയസ് സ്റ്റിൽ ഹെർമിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡെമെട്രിയസിന്റെ കണ്ണിൽ തേക്കാനായിരുന്നല്ലോ പറഞ്ഞത്. ഡെമെട്രിയസും ഹെർമിയയും തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്താണ് ഒബ്രോൺ ഇത് കണ്ടതും. ഒബ്രോൺ ആരുടെ അടുത്താണ് പറഞ്ഞത്? നമ്മുടെ പക്കിൻ്റെ അടുത്ത് പറഞ്ഞ മാജിക്കൽ പോഷൻ ഡെമെട്രിയസിന്റെ കണ്ണിൽ തേക്കാനാണ്. പക്ഷേ തെറ്റിദ്ധരിച്ചിട്ട് ലൈസാൻഡറിന്റെ കണ്ണിലാണ് പക്ക് കൊണ്ട് തേച്ചത്. ഒബ്രോൺ നോക്കുമ്പോൾ ഡെമെട്രിയസ് സ്റ്റിൽ ഹെർമിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെൻ ഡെമെട്രിയസ് ഗോസ് ടു സ്ലീപ്പ്, ഒബ്രോൺ എന്ത് ചെയ്യാണ്, പക്കിൻ്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയും ആൻഡ് ഹെലനയുടെ അടുത്തോട്ട് അവനെ പറഞ്ഞു വിടുകയും എന്നിട്ട് എന്ത് ചെയ്യാണ്, ഡെമെട്രിയസിൻ്റെ കണ്ണിൽ വീണ്ടും തേക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൺ വേക്കിംഗ് അപ്പ് ഹി സീസ് ലൈസാൻഡർ ആൻഡ് ഹെലന ആൻഡ് ഇൻസ്റ്റൻ്റ്ലി ഫോൾസ് ഫോർ ഹർ. ആ സമയത്ത് ഹെലനെ കാണുകയും എന്നിട്ട് എന്ത് ചെയ്യാണ്, ഹെലനയായിട്ട് ഇയാളങ്ങ് ഇഷ്ടത്തിലാവുകയും ചെയ്യും. നൗ അണ്ടർ ദ സ്മെൽ പിന്നെ രണ്ടാണുങ്ങളും കൂടി ആരുടെ പുറകെയാണ് ഇപ്പോൾ? ഹെലനയുടെ പുറകെയാണ് ഇപ്പോൾ. അപ്പോൾ ഹെലന ഇപ്പോൾ വളരെ കൺവിൻസ്ഡ് ആയി. അതായത് 2 സ്യൂട്ടേഴ്സ് ഇവളെ കളിയാക്കാൻ വേണ്ടി പുറകെ നടക്കുവാണ്. 2 പേരും ഒറിജിനലായിട്ട് ലവ് ചെയ്യുകയല്ലെന്നാണ് ഹെലനയുടെ മൈൻഡിൽ വരുന്നത്. ഹെർമിയ ആ സമയം കൊണ്ട് ലൈസാൻഡറിനെ കണ്ടുപിടിക്കുകയും ആൻഡ് ആസ്ക് വൈ ഹി ലെഫ്റ്റ് ഹർ. പക്ഷേ ലൈസാൻഡർ പറയുവാണ്, ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ ഹെലനയാണ് സ്നേഹിക്കുന്നതെന്ന് അവിടെ വെച്ച് ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ 2 ലേഡീസും തമ്മിൽ അടിയായി, ഹെലനയും ഹെർമിയയും തമ്മിൽ. അപ്പം ഹെലന വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഹെർമിയയും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ചെയ്ത് എന്തോ കളിയാക്കുവാണെന്ന് വിചാരിച്ചു. മറ്റവർ പറഞ്ഞ എന്താണ്, എൻ്റെ ട്രൂ ലവിനെ, എൻ്റെ ഹാർട്ടിനെ നീ സ്റ്റീൽ ചെയ്തു, അതായത് എൻ്റെ ട്രൂ ലവിനെ നീ സ്റ്റീൽ ചെയ്തിട്ട് എന്നെ എന്താണ് കളിയാക്കുവാണെന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ഒബ്രോണും പക്കും കൂടെ ഡിസൈഡ് ചെയ്തു എന്താണ്, ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം. ആൻഡ് ബൈ മോർണിംഗ് ആയപ്പോൾ എന്ത് ചെയ്തു, ആർക്കും ഒരു മെമ്മറി ഇല്ലാത്ത കണക്ക് ഒരു ഡ്രീം പോലെ ഇതാക്കണം എന്ന് പറഞ്ഞ് 2 പേര് ഇവരും കൊണ്ട് നിൽക്കുവാണ്. ഒബ്രോൻ എല്ലാം അറേഞ്ച് ചെയ്തു. സോ ഹെലന, ഹെർമിയ, ഡെമെട്രിയസ് ആൻഡ് ലൈസാൻഡർ വിൽ ഓൾ ബിലീവ് ദാറ്റ് ദേ ഹാവ് ബീൻ ഡ്രീമിങ് എന്നുള്ളൊരു സ്റ്റേജ് ആക്കുവാണ്. പക്ക് എന്ത് ചെയ്തു, ലൈസാൻഡറിനെ ഡെമെട്രിയസിനെ ഡിസ്ട്രാക്ട് ചെയ്തു. പിന്നെ അവർ തമ്മിലൊക്കെ ഫൈറ്റായി കേട്ടോ. ഇവൻച്വലി ഓൾ 4 ഫൈൻഡ് ദംസെൽസ് സെപ്പറേറ്റ്ലി ഫോളിങ് അസ്ലീപ്പ് ഇൻ ദി ഒരു ഷെയ്ഡ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഉറങ്ങി. ഓൺസ് എ ഫോൾ അസ്ലീപ്പ് പക്ക് എന്ത് ചെയ്തു, ലവ് പോഷൻ ലൈസാൻഡറിന് വീണ്ടും കൊടുത്തു, റിട്ടേണിങ് ഹിസ് ലവ് ടു ഹെർമിയ ആൻഡ് കാസ്റ്റ് അനദർ സ്പെൽ ഓവർ ദി 4 എഥീനിയൻ ലവേഴ്സ് ക്ലെയിമിങ് ഓൾ വിൽ ബി വെൽ ഇൻ ദി മോർണിംഗ്. അങ്ങനെ എല്ലാവരെയും ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി മാജിക്കൽ പോഷൻ എല്ലാവരുടെയും കണ്ണിൽ തേച്ച് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും. വൺസ് ദേ അവേക്കൻ ദ ലവേഴ്സ് അസ്യൂം ദാറ്റ് വാട്ട് എവർ ഹാപ്പൻഡ് വാസ് എ ഡ്രീം ആൻഡ് നോട്ട് റിയാലിറ്റി. എല്ലാം പഴയ പോലെ ആയി. അതൊരു ഡ്രീം ആണെന്നും അതൊരു റിയാലിറ്റി അല്ലെന്നും ഇവരെന്താണ് വിചാരിച്ചു. ആക്ട് 4 സീൻ 1-നകത്ത് എന്താണ്, ഈ ഗോളെല്ലാം അച്ചീവ് ചെയ്തു. ഒബ്രോൺ എന്ത് ചെയ്തു, ടൈറ്റാനിയെ റിലീസ് ചെയ്യുന്നു ആൻഡ് ഓർഡേഴ്സ് പക്ക് ടു റിമൂവ് ദ ഡോങ്കീസ് ഹെഡ് ഫ്രം നിക് ബോട്ടം. എന്നിട്ട് പറയുകയാണ്, നിക് ബോട്ടം എന്തായാലും ഇത്രയും മതി, ഇനി പെണ്ണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാണ്, പക്കിൻ്റെ അടുത്ത് ഡോങ്കിയുടെ ഹെഡ് എടുത്ത് കളയാൻ, നിക് ബോട്ടത്തിൻ്റെ തലയിൽ നിന്ന് ഡോങ്കിയുടെ ഹെഡ് എടുത്ത് കളാം എന്നും പറഞ്ഞിട്ട് മറ്റേ ഒബ്രോൺ എന്ത് ചെയ്തു, ടൈറ്റാനിയ മാജിക്കൽ ആ ഒരു ചാമിൽ നിന്ന് റിലീസ് ചെയ്തു. ഫെയറീസ് എല്ലാം ഡിസപ്പിയർ ആയി. തെസ്യൂസും ഹിപ്പോലിറ്റയെ അറൈവ് ചെയ്തു. ആ സീനിൽ അവർ ഹണ്ടിങ്ങിന് വരുമായിരുന്നു, മോർണിംഗ് ഹണ്ടിങ്ങിന് വരുമായിരുന്നു. ആൻഡ് അവരെല്ലാം ഈ ലവേഴ്സ് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. അവരെ ലവേഴ്സിനെ എല്ലാം ഉണർത്തി. ആൻഡ് സിൻസ് ഡെമെട്രിയസ് നോ ലോങ്ങർ ലവ്സ് ഹെർമിയ, തെസ്യൂസ് എന്ത് ചെയ്തു, ഓവർ റൂൾ ചെയ്തു. മറ്റേ ഹെർമിയയുടെ അച്ഛൻ്റെ ഡിമാൻഡുകളെല്ലാം ഓവർ റൂൾ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് വെഡിങ് തന്നെ തയ്യാറാക്കി. ലവേഴ്സ് അറ്റ് ഫസ്റ്റ് ബിലീവ് ദാറ്റ് എന്താണ്, അവരൊരു ഡ്രീമിലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് റീകോൾ ചെയ്യാനും പറ്റുന്നില്ല. ലവേഴ്സ് എന്താണ്, അവർ ഈ 4 ലവേഴ്സും കൂടെ ഡിസൈഡ് ചെയ്യുകയാണ് ആ നൈറ്റിൻ്റെ ഈവെൻ്റ് എന്ന് പറഞ്ഞ എല്ലാം ഒരു ഡ്രീം ആയിരിക്കും എന്നും പറഞ്ഞ് ഇവർ ഏതൻസിലോട്ട് തിരിച്ച് നടക്കുകയാണ്.
ആഫ്റ്റർ ദേ എക്സിറ്റ് ആക്ട് ഫോർ സീൻ 2 വരുന്ന നിക് ബോട്ടം ഉണരുവാണ്. ആ ഡോങ്കി ഹെഡൊക്കെ മാറ്റി അയാൾ ഒരു ഡ്രീം കണ്ടതാണെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. പീറ്റർ ക്വിൻസിന്റെ വീടിന്റെ അവിടെ ക്വിൻസും അയാളുടെ ടീം ഓഫ് ആക്ടേഴ്സും നിക് ബോട്ടത്തിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് വെറീഡായിട്ടിരിക്കുവാണ്. പീറ്റർ ക്വിൻസ് എന്നിട്ട് ലമെന്റ് ചെയ്യാണ്, അയ്യോ നിക് ബോട്ടം മാത്രമേ ഉള്ളൂ ലീഡ് റോളായിട്ടുള്ള പൈറമിസിന്റെ റോള് ചെയ്യാൻ, അയ്യോ ഇനി ആര് ചെയ്യും എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ നിക് ബോട്ടം റിട്ടേൺ ചെയ്തു. അങ്ങനെ ആക്ടേഴ്സ് എല്ലാം കൂടെ റെഡി ആവുകയാണ് പ്ലേ ചെയ്യാൻ വേണ്ടി. ആക്ട് 5 ഫൈനൽ സീൻ ഓഫ് ദ പ്ലേക്കകത്ത് തെസ്യൂസും ഹിപ്പോലിറ്റയും ലവേഴ്സും എല്ലാം കൂടി ഈ ഒരു പെർഫോമൻസ് കാണുകയാണ്, ഇവരുടെ ഒരു പ്ലേ കാണുവാണ്. ഈ മെക്കാനിക്കൽസ്, അതായത് ഈ റോൾസ് പ്ലേ ചെയ്യുന്നതിൽ ഇവർ വളരെ ടെറിബിൾ ആയിരുന്നു. അങ്ങനെ ഗസ്റ്റുകളെല്ലാം ചിരിക്കാൻ തുടങ്ങിയത് കോമഡിയാണെന്നും പറഞ്ഞ് എന്നിട്ട് എല്ലാവരും കൂടി ബെഡിലോട്ട് റിട്ടയർ ആയത്. എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഉറങ്ങാൻ വേണ്ടി പോയി. ആഫ്റ്റർവേർഡ്സ് ഒബ്രോണും ടൈറ്റാനിയും പക്കും കൂടി ആൻഡ് ബാക്കിയുള്ള ഫെയറീസ് എല്ലാം കൂടി എൻ്റർ ചെയ്തിട്ട് ഹൗസിനെ ബ്ലെസ് ചെയ്തു. ആൻഡ് ആ ഹൗസിൽ താമസിക്കുന്ന എല്ലാവർക്കും ഗുഡ് ഫോർച്യൂൺ ഗ്രാൻഡ് ചെയ്തു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഓൾ ദി അതർ ക്യാരക്ടേഴ്സ് എല്ലാവരും ലീവ് ചെയ്തു. പക്ക് മാത്രം എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ നിൽക്കുവാണ്. അതായത് സജസ്റ്റ് ദാറ്റ് ഈ ഓഡിയൻസ് എക്സ്പീരിയൻസ് ചെയ്തതും ഒരു ഡ്രീം ആണെന്നും പറഞ്ഞ് പക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്മറിയാണ്, ഓരോ സീനിലുള്ള സമ്മറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം നമുക്ക്. ഷേക്സ്പിയറിന്റെ സമയത്തുള്ള തിയേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. തിയേറ്റേഴ്സ് ആ സമയത്തുണ്ടായിരുന്ന പ്ലേസ് എല്ലാം സ്റ്റേജ് ചെയ്യുന്ന തിയേറ്റേഴ്സ്, അത് ഫോർ എക്സാമ്പിൾ ദ കേർട്ടൻ, ദ റോസ്, ദ സ്വാൻ, ദ ഗ്ലോബ്, ഇതൊക്കെയാണ് തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. മിഡ്സമ്മർ നൈറ്റ് ഡ്രീമിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചോസറിന്റെ നൈറ്റ് സ്റ്റേല് അല്ലെങ്കിൽ ഓവിഡിന്റെ മെറ്റമോർഫോസിസ്, ഇതിനകത്ത് നിന്നൊക്കെയാണ് ഇതിന്റെ ഒരു സോഴ്സ്, ഈ ഒരു പ്ലേയുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള മെയിൻ സ്റ്റോറി ഏതാണ്? നമ്മുടെ തെസ്യൂസിന്റെയും ഹിപ്പോലിറ്റയുടെയും സ്റ്റോറിയാണ് ഇതിനകത്തെ മെയിൻ സ്റ്റോറി. അത് നമ്മുടെ ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസിലെ നൈറ്റ് സ്റ്റേലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫെയറി എലിമെന്റ് എന്ന് പറയുന്നത് ഫോക്ലോറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഫോക്ലോർ ലിറ്ററേച്ചറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 1595 അല്ലെങ്കിൽ 94 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പ്ലേ എഴുതിയത്. ഇത് ഒരു കോമഡി പ്ലേ ആണ് കേട്ടോ, കുറച്ച് ഫാന്റസി ഒക്കെ ഉള്ള ഒരു കോമഡി പ്ലേ ആണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സീൻ എവിടെ വെച്ചിട്ടാണ്? പാലസ് ഓഫ് തെസ്യൂസ്, അതായത് ഏതൻസിലുള്ള തെസ്യൂസിന്റെ പാലസിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സീൻ ഹാപ്പൻ ചെയ്യുന്നത്. 4 സ്റ്റോറീസ് ആണ് ഇതിനകത്ത് പ്ലോട്ടായിട്ട് വരുന്നത്. ഇനി ആരാണ് ഹിപ്പോലിറ്റ എന്ന് പറയുന്നത്? ഹിപ്പോലിറ്റ എന്ന് പറഞ്ഞാൽ തെസ്യൂസുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ക്യൂനാണ്, ക്യൂൻ ഓഫ് ആമസോൺ. ഓക്കെ, ഹിപ്പോലിറ്റ തെസ്യൂസുമായിട്ട് വോറായിരുന്നു ആൻഡ് ഈസ് നൗ ഹിസ് പ്രിസണർ ഓഫ് വോർ ആണ്. ഓക്കെ, ആൻഡ് ദെൻ ക്യൂപ്പിഡ് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ലവ് ആണ്. വീനസ് എന്ന് പറയുന്നതും ഗോഡസ് ഓഫ് ബ്യൂട്ടി ആണ്. ആൻഡ് തെസ്യൂസ് ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? തെസ്യൂസ് ഇസ് വെയിറ്റിംഗ് ഫോർ ദ ഡേ ഓഫ് ഹിസ് മാരേജ് വിത്ത് ഹിപ്പോലിറ്റ. ആ 4 ദിവസമേ ഉള്ളൂ ആ ഒരു കല്യാണത്തിന്. ഇനി എഗ്യൂസിന്റെ കംപ്ലൈന്റ് എന്താണ്? എഗ്യൂസിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ മോളായിട്ടുള്ള ഹെർമിയ എന്ന് പറയുന്ന വേറൊരാളെ ഇഷ്ടമാണ്, ലൈസാൻഡ്രുമായിട്ട് എന്താണ് ലവ് അഫെയറിലാണ്. ആൻഡ് അത് മാറ്റി ഡെമെട്രിയസിനെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ആര് വന്നത്? നമ്മുടെ എഗ്യൂസ് വന്നത്. ആൻഡ് ഹെർമിയ ഇഷ്ടപ്പെടുന്ന 2 പേര് ആരൊക്കെയാണ്? ലൈസാൻഡറും ഡെമെട്രിയസും. ആൻഡ് ഹെർമിയ പിന്നെന്താണ് ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ലൈസാൻഡറിനെയാണ് ഹെർമിയ ഇഷ്ടപ്പെടുന്നത്. ആൻഡ് എഗ്യൂസ് എന്ത് പണിഷ്മെന്റാണ് പറഞ്ഞിരിക്കുന്നത്? ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹെർമിയയ്ക്ക് തെസ്യൂസിന്റെ അടുത്ത് അത് പറയാനാണ് വന്നത്. പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അല്ലെ ഒന്നപ്പം തെസ്യൂസ് പറയുന്ന ഒരു സജഷൻ എന്താണ്? നണ്ണായി മാറിക്കോളൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡയാന ഗോഡസിനെ വേർഷിപ്പ് ചെയ്ത് നിൽക്കാനാണ് പറയുന്നത്. ആൻഡ് ഈ പീറ്റർ ക്വിൻസിന്റെ ആ ഒരു പ്ലേ എന്തിനെ കുറിച്ചാണ്? തെസ്യൂസ് ആൻഡ് പ്ലേ എന്തിനെ കുറിച്ചാണ്? മറ്റേ പൈറമസിനെയും തിസ്ബയുടെയും ലവ് സ്റ്റോറിയാണ്. ആ ക്രൂവൽ ഡെത്തിനെ ആണ് കാണിക്കുന്നത്, ആ ട്രാജിക് ലവ് സ്റ്റോറിയാണ് അത് മോസ്റ്റ് ലമെന്റബിൾ കോമഡി ആയിട്ട് അവസാനം മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റേ ഒബ്രോണും ടൈറ്റേനിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കും. മറ്റേ എൽഫിനെ, അതായത് ആ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറിനെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ്. അതിനെ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, OAF കേട്ടോ. അയാൾക്ക് അതിനെ ഹെഞ്ച്മാൻ ആക്കി മാറ്റണം. ആർക്കാണ്? നമ്മുടെ ഒബ്രോണിന്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? പക്കിനെ വിളിച്ചിട്ട് ടൈറ്റാനിയുടെ കണ്ണിൽ മറ്റേ മാജിക്കൽ പോഷൻ ഒഴിച്ചു കൊടുക്കുകയും മാജിക്കൽ പോഷൻ വെച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ നിക് ബോട്ടം ഡോങ്കി ഹെഡായിട്ട് നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് ഒബ്രോൺ എന്ത് ചെയ്യാണ്? ഈ ഓഫിനെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഏത് ഫ്ലവറിനെയാണ്? ഫ്ലവറിന്റെ പേരെന്താണ്? ലവ് ഇൻ ഐഡിൽനെസ്. ഈ ഒരു ഫ്ലവറിനകത്തു നിന്നാണ് മറ്റേ മാജിക്കൽ പോഷൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് പക്കിനെ ഒബ്രോൺ വിളിച്ച് വരുത്തിയത്. ഓക്കെ, പിന്നെ പക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? ഡെമെട്രിയസിന് പകരം ലൈസാൻഡറിന് പകരം ഡെമെട്രിയസിന്റെ കണ്ണിലാണിത് തേച്ചു കൊടുക്കുന്നത്, മാജിക്കൽ ജ്യൂസ്. അപ്പോൾ കൺഫ്യൂഷൻ എന്താണ്? ഹെർമിയ സത്യം പറഞ്ഞാൽ നോക്കുമ്പം ലൈസാൻഡറും വരുന്നു, ഡെമെട്രിയസും വരുന്നു ഇവരുടെ പുറകെ.
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്കെന്ന് പറയുന്ന മിസ്റ്റീവിയസ് ആയിട്ട് ട്രിക്സ് ഒക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫെയറി സ്പിരിറ്റ് ആണ് പക്കെന്ന് പറയുന്നത് കേട്ടോ. ഒരു കൈൻഡ് ഓഫ് ഗോബ്ലിൻ എന്ന് പറയും. ഗോബ്ലിൻ ഈ ഹാരി പോട്ടർ മൂവീസിലൊക്കെ കാണും. ഗോബ്ലിനാണ് പക്കെന്ന് പറയുന്നത്. ആ ഒരു ഒബ്രോണിൻ്റെ ഗോബ്ലിനാണ്. പിന്നെ ഇതിനകത്തുള്ള ഡ്രമാറ്റിക് ഐറണി എന്താണ്? അതായത് വാട്ട് ഈസ് സെഡ് ഓൺ ദ സ്റ്റേജ് എന്ന് പറയുന്നതിന് ഒരു മീനിങ്ങും, അതായത് ഓഡിയൻസിനാണ് റിയൽ ആയിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് അറിയാൻ പറ്റുന്നത് ക്യാരക്ടേഴ്സിനെ കാട്ടിൽ. അതാണ് ഇവിടുത്തെ ഡ്രമാറ്റിക് ഐറണി എന്ന് പറയുന്നത്. ഷേക്സ്പിയർ ആ ഒരു കാര്യത്തിൽ വളരെ സ്കിൽഡായിട്ടുള്ളൊരു മനുഷ്യനാണ്, റൈറ്ററാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എഗ്യൂസിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെയും 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ ലൈസാൻഡ്രും ഹെർമിയും ഡെമട്രിയസും ഹെലനയും ഫോറസ്റ്റിൽ വന്നതിന് ശേഷം എന്തൊക്കെ കൺഫ്യൂഷൻസ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് ചോദിക്കാം. പിന്നെന്താണ് ഒബ്രോണും ടൈറ്റാനിയും തമ്മിലുള്ള ക്വാറൽ ഒന്നും കൂടെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പക്കിൻ്റെ ട്രിക്ക് എന്താണെന്ന് ചോദിക്കാം. പിന്നെ എന്താണ് എൻഡിങ് ഓഫ് ദ പ്ലേ എങ്ങനെയാണ്? എല്ലാ പ്ലേ അതായത് ഹാപ്പി ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. എല്ലാ ലവേഴ്സ് യുണൈറ്റഡ് ആണ്. അവരെല്ലാവരും കൂടി ഡ്യൂക്കിൻ്റെ വെഡ്ഡിംഗ് ഡേയിൽ വരുവാണ്. മറ്റേ കോമഡി അതായത് പ്ലേ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കോമഡി പ്ലേ ആയിട്ട് ഓഡിയൻസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാം തിരിച്ചു പോകുന്നു. ഒബ്രോൺ എന്ത് ചെയ്യാണ്? എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഈ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നാണ് ഇതിൻ്റെ ഒരു പ്ലേയുടെ പേര്. ഈ മിഡ്സമ്മർ ഡേ എന്ന് പറയുന്നത് എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജൂൺ 24 ഈവനിങ്ങിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഗ്രേറ്റ് ഒരു ഫെസ്റ്റിവലായിട്ടാണ് ഇത് പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് എഴുതിയതും എനാക്ട് ചെയ്തത് ഇത് ജൂൺ 24 തന്നെയാണ് ഈ ഒരു പ്ലേ. ആൻഡ് അതായത് മിഡ്സമ്മർ നൈറ്റ് എന്നുള്ള ആ ഒരു രാത്രിയിൽ സ്ട്രേഞ്ച് തിങ്സ് ആണ് ഹാപ്പൻ ചെയ്യുന്നത് എന്നാണ് ഷേക്സ്പിയറിൻ്റെ സമയത്തുള്ള അവരുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് സീനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പണിംഗ് സീൻ എന്ന് പറയുമ്പോൾ മിഡ്സമ്മർ നൈറ്റ് ഡ്രീമിൽ മെയിൻ തീം എന്താണെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു ക്യാരക്ടർ. അതായത് ഹെർമിയ ലൈസാൻഡ്രോയിട്ട് ഇഷ്ടത്തിലാണെന്നും അവളുടെ അച്ഛനെ ഡിസപ്രൂവ് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെയാണ് ഓപ്പണിംഗ് സീനിൽ പറയുന്നത് കേട്ടോ. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ അത് ഒരു ഈ പ്ലേ എന്ന് പറയുന്നത് തന്നെ ഒരു ഡ്രീമാണ്. അതാണ് ലാസ്റ്റ് പക്ക് പറയുന്നത്. ഈ ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലേ ആണെന്ന് കരുതണ്ട, ഇതും ചിലപ്പോൾ ഒരു ഡ്രീം ആയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പക്ക് ലാസ്റ്റ് ഇത് എൻഡ് ചെയ്യുന്നത്. ഷേക്സ്പിയർ എന്ത് ചെയ്യാണ്? നമ്മളൊരു ഡ്രീം കാണുന്ന പോലെ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ഫാൻറ്റസി എലിമെന്റ്സ് ഒക്കെ ചേർത്തിട്ടൊക്കെയാണ്, കുറച്ച് കോമഡി ഓഫ് എറേഴ്സ് ഒക്കെ ഉണ്ട് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അല്ലേ. മാജിക്കൽ ഹെർബ്സ് വരുന്നുണ്ട്. ഒരു ഡ്രീം ലൈക്ക് സിറ്റുവേഷൻസ് എല്ലാവരുടെയും ക്യാരക്ടേഴ്സിൻ്റെ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി പ്ലേ വിത്തിൻ എ പ്ലേ ഈ ഒരു പ്ലേക്കകത്ത് മറ്റൊരു പ്ലേ കൂടിയുണ്ട്. ഏതാണ്? നമ്മുടെ മറ്റേ 6 ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന പൈറമിസിൻ്റെയും തിസ്ബയുടെയും കഥ. അത് ഒരു കോമഡി ആയിട്ടാണ് അവസാനം അത് മാറുന്നത് അല്ലേ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് തെസ്യൂസിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച്, ഹെർമിയയുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ആൻഡ് അഗെയിൻ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ഷേക്സ്പിയറിയൻ കോമഡി ആവുന്നത് എങ്ങനെയാണ്? കോമഡി എന്ന് വെച്ചാൽ ഒരു ട്രിവിയൽ അല്ലെങ്കിൽ കോമിക് എലിമെൻ്റ് ഉള്ളൊരു പ്ലേ ആണ് നമ്മൾ കോമഡി എന്ന് പറയുന്നത്. ഷേക്സ്പിയറിയൻ കോമഡീസ് എന്ന് വെച്ചാൽ പ്ലഷറിന് വേണ്ടിയും ജോയ്ക്ക് വേണ്ടിയും ഉള്ളതാണ്. അതായത് വളരെ സറ്റാറിക്കലായിട്ടുള്ള, അതായത് സറ്റാറിക്കൽ മാത്രമല്ല പൊയറ്റിക് കൂടിയാണ്, കുറച്ച് ക്രിയേറ്റീവ് കൂടിയാണ് നമ്മുടെ ഷേക്സ്പിയറിയൻ പ്ലേ എന്ന് പറയുന്നത്. ഇമാജിനേഷൻ്റെ ഒക്കെ ഒരുപാട് ഇമാജിനേഷൻ പ്ലസ് ഇമാജിനേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഷേക്സ്പിയറിയൻ കോമഡിയാണ്. അത് കോമഡി ഓഫ് ലവ് ആണുള്ളത്. ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2 പെയർസ് ഓഫ് ലവേഴ്സ് ഉണ്ട്, ലൈസാൻഡ്രും ഹെർമിയയും ഡെമട്രിയസും ഹെലനയും. പ്ലേ ബിഗിൻ ചെയ്യുന്നത് തന്നെ ഒരു ഹാപ്പിനെസ് മൂഡിലാണ്. അനൗൺസ്മെന്റ് ഓഫ് വെഡ്ഡിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് പിന്നെ കംപ്ലയിന്റ് വരുന്നുണ്ട്, എഗ്യൂസിന്റെ കംപ്ലയിന്റ് വരുന്നുണ്ട് ഡോട്ടറിന്റെ ലവിനെ കുറിച്ച്. ഇവർ ഇറങ്ങി ലവേഴ്സ് എസ്കേപ്പ് ആവുന്നുണ്ട്. അവിടെ തൊട്ട് ലവിന്റെ ഒബ്സ്റ്റക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് ഒക്കെ ആവുന്നുണ്ട് അല്ലേ. പിന്നെ ലവേഴ്സ് എൻഡിൽ യുണൈറ്റഡ് ആവുന്നുണ്ട്. അതാണ് ഹാപ്പിലി എൻഡിങ് ആണ്. അതാണ് ഒരു കോമഡി ആയിട്ട് മാറുന്നത് ഇത്. പിന്നെന്താ പറയുക, ഈ ഷേക്സ്പിയറിയൻ കോമഡീസ് എല്ലാം മിക്കവാറും എല്ലാം ഫോറസ്റ്റിലായിരിക്കും. അതായത് ഈ ഇച്ചിരി ക്രൗഡിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും സെറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഫോറസ്റ്റിൽ വെച്ചാണ് ഈ ഒരു പ്ലേയുടെ ഹാപ്പൻ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരുപാട് ചേഞ്ചസും ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസും ഹാപ്പൻ ചെയ്യുന്നത്. ഫെയറി ലാൻഡ്, ഫാൻസി, ഇമാജിനേഷൻ ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ. റിയൽ ലൈഫിൽ നിന്ന് വിട്ടുമാറിയാണ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും വരുന്നതെന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? വിമൻ പ്ലേ ആണ്. അതായത് സ്ത്രീകൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതായത് സ്ത്രീ കഥാപാത്രങ്ങളാണ്. ആരൊക്കെയാണ്? ഹെർമിയ, ഹെലന, ഹിപ്പോലിറ്റ. പിന്നെ ഹീറോസ് ഇവിടെ ഒരു സെക്കൻഡറി റോൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ജോൺ റസ്കിൻ എന്ന് പറഞ്ഞ റൈറ്റർ പറഞ്ഞിട്ടുണ്ട്, ഷേക്സ്പിയർ ഹാസ് നോ ഹീറോസ് ബട്ട് ഓൺലി ഹീറോയിൻസ് എന്ന്. ഓക്കെ. പിന്നെ ഹ്യൂമർ ആണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിയൻ കോമഡി. ഇവിടെ പക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. ആ മിസ്റ്റേക്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന പക്കാണ്. ആ ഡോങ്കി ഹെഡ് വെച്ച് കൊടുക്കുന്നതും എല്ലാം. പിന്നെ ഹെലനയും മറ്റേ ഹെർമിയയും തമ്മിലുള്ള വഴക്കും, പിന്നെ ഹെലനയുടെ പുറകിൽ മറ്റേവർ രണ്ടുപേരും ഓടി നടക്കുന്നതും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ലൈഫാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. അല്ലെ, ഒരു ഹാപ്പി ലൈഫാണ്. മ്യൂസിക്കും സോങ്സും എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു പ്ലേ വിത്തിൻ എ പ്ലേ തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ലവ് ആണ് ഇതിനകത്ത് മെയിൻ തീമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫെയറീസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്കിന്റെ കാര്യം പറയണം. പിന്നെ ഈ എലിസബീതൻസ് എന്ന് പറയുന്ന സൂപ്പർസ്റ്റിഷൻസിൽ ഒരുപാട് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. ഷേക്സ്പിയർ ആ ഒരു അതിനെ നല്ല രീതിയിൽ സ്കിൽഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാംലെറ്റിനകത്തും മാക്ബത്തിനകത്തും ജൂലിയസ് സീസറിനകത്തും ഒക്കെ. ഈ ടെമ്പസ്റ്റിനകത്ത് ഏരിയൽ എന്ന് പറഞ്ഞൊരു സ്പിരിറ്റിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിനകത്തും ഫെയറീസ് ആണുള്ളത്. ഫെയറീസ്, എൽഫ്സ്, പിന്നെ ഈ ഗോബ്ലിൻസ്, ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഷേക്സ്പിയർ ഈ ഫെയറീസിനെ പ്ലോട്ട് സ്ട്രക്ചറിന്റെ ഭാഗത്ത് എസെൻഷ്യൽ പാർട്ടായിട്ട് മാറ്റിയേക്കാണ്. ഒബ്രോൺ എന്ന് പറയുന്നത് കിങ് ഓഫ് ഫെയറീസും ടൈറ്റാനിയ എന്ന് പറയുന്നത് ക്വീൻ ഓഫ് ഫെയറീസും ആണ്. അല്ലെ, ഒബ്രോണിന്റെ അസിസ്റ്റന്റിന്റെ പേര് പക്ക്. അപ്പൊ ഇത്രയും പേരുണ്ട്. അപ്പൊ ഈ ഫോക്ലോറിൽ നിന്നാണ് ഈ ഒരു ഫെയറീസിന് ഇതൊക്കെ എടുത്തിരിക്കുന്നത്, പോപ്പുലർ സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ വെച്ചിട്ട്. ടൈനി ഡെലിക്കേറ്റ് ക്രീച്ചേഴ്സ് എന്നാണ് നമ്മൾ ഫെയറീസിനെ വിളിക്കുന്നത്. അല്ലെ, അവർ പെട്ടെന്ന് മൂവ് ചെയ്യും, അവർക്ക് മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അല്ലെ, അവർക്ക് ട്രീസിലൂടെയും ഹിൽസിലൂടെയൊക്കെ പറക്കാനുള്ള കഴിവും കൂടി ഉണ്ട്. അവർ ഫണ്ണി ആക്ടിവിറ്റീസ് ആണ് കൂടുതലും ചെയ്യുന്നതെന്ന് പറയുന്നത്. അവർക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ഈവിൽ ഹാർട്ടഡ് അല്ല. അവർ എന്താ പറയുക, കുറച്ച് കുരുത്തക്കേടുള്ള മിസ്റ്റീവിയസ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞേക്കുന്നത്. ഫെയറി വേൾഡിൽ അവർക്ക് രാജാവ് രാജ്ഞി ഉണ്ടെന്ന് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെ, അവർ രണ്ടുപേരും വഴക്ക് കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി പറയുക. പിന്നെന്താ പറയുക, മറ്റേ മാജിക്കൽ ഫ്ലവറിന്റെ കാര്യം പറയുക, മാജിക്കൽ ജ്യൂസിന്റെ കാര്യം പറയുക, ഇല്ല നിക് ബോട്ടത്തിന്റെ തല ഡോങ്കി ഹെഡാക്കി മാറ്റിയത് പറയുക. ഓക്കെ, പിന്നെന്താണ് ഒബ്രോണിന്റെ ആ ഒരു പിന്നെന്താണ് പഴയ പോലെ എല്ലാം തിരിച്ചാവുന്നതും ഒബ്രോൺ ടൈറ്റാനിയ റീയൂണൈറ്റഡ് ആവുന്നതും എല്ലാം പറയുക. പക്കെന്ന് പറയുന്നത് ആ ഗോബ്ലിന്റെ കാര്യവും കൂടി സംസാരിക്കുക കേട്ടോ. ദെൻ പിന്നെ പ്ലേ വിത്തിനെ പ്ലേ തന്നെ ഞാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. പക്കിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു ഗുഡ് നേച്ചേർഡ് സ്പിരിറ്റ് ആണ്, മിസ്റ്റീവിയസ് ആണ്. പിന്നെന്താ പറയുക, സ്വീറ്റ് പക്കെന്നാണ് വിളിക്കുന്നത്. പക്കെന്ന് പറയുന്ന ഒരു ഗോബ്ലിനാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ മാറാൻ സാധിക്കും. അതായത് ഒരു ബെയർ ആവാനും ഫയർ ആവാനും ഒക്കെ ഇതിന് ട്രാൻസ്ഫോർമേഷൻ ഉള്ളതാണ് ഇയാൾക്ക്. ക്യാരക്ടർ എസെൻഷ്യലി മിസ്റ്റീവിയസ് ആണ്. മിസ്റ്റീവിയസ് ട്രിക്സ് പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണിത്. ഹൗസ് വൈഫ്സിനെയൊക്കെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വില്ലേജ് മെയ്ഡ്സിനെയൊക്കെ ഫ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. ലേബറേഴ്സിനെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ട് ഈ പക്കെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഈവിൾ ഹാർട്ടഡ് ഒന്നും അല്ല. പിന്നെ പക്കിന്റെ കുരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്ന് നിക് ബോട്ടത്തിനെ കാണിച്ച കാര്യവും മാജിക്കൽ പൂഷന്റെ കാര്യവും ഒന്നും കൂടി സംസാരിക്കുക ഇതിനകത്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.